യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും റോമൻ ജയോത്സവവും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും റോമൻ ജയോത്സവവും തമ്മിൽ ഉള്ള സാമ്യം എന്താണ്? അത് തമ്മിലുള്ള ബന്ധമെന്താണ്? അങ്ങനൊരു സാമ്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ, സുവിശേഷത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം ആരംഭിക്കാം. ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. ഈ വാക്യത്തിൽ കർത്താവ് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഗ്രഹിക്കുവാനും പുറത്തുള്ളവർ ഗ്രഹിക്കാതിരിക്കുവാനുമായി ദൈവരാജ്യത്തിൻ്റെ ചില മർമ്മങ്ങൾ യേശു പറഞ്ഞ ഉപമകളിൽ മറച്ചു വച്ചിട്ടുണ്ട്. ഉപമകൾ എല്ലാം ഒരു കൂട്ടർ ഗ്രഹിക്കുവാനും ഒരു കൂട്ടർക്ക് അത് മറഞ്ഞിരിക്കുവാനും വേണ്ടിയാണ് എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉപമകളിൽ ചില മർമ്മങ്ങൾ ചിലർക്ക് മറഞ്ഞിരിക്കുവാനായി അത് മറച്ചു വച്ചിരിക്കുന്ന പോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വിവരണത്തിൽ, അത് മർക്കോസ് നൽകുന്ന വിവരണത്തിൽ മർക്കോസ് ഒരു വലിയ മർമ്മം മറച്ചു വച്ചിരിക്കുന്നു. ഈ ആത്മീയ മർമ്മത്തെ മനസ്സിലാക്കുക എന്ന ഉദ്ദേശമാണ് നമ്മുടെ ഈ പഠനത്തിന് ഉള്ളത്. അവിടെ നമ്മുടെ പഠനത്തിന് അടിസ്ഥാനപരമായി നമ്മൾ എടുക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിത ചരിത്രം ഒന്നിലധികം പേർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാം വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്താത്ത ധാരാളം രേഖകളും യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള രേഖകളും അന്ന് ലഭ്യമായിരുന്നു. അപ്പോൾ അന്ന് എഴുതപ്പെട്ട ജീവിത ചരിത്രത്തിൽ നിന്നും കൃത്യമായും സത്യസന്ധതയും അടിസ്ഥാനമാക്കി സഭയുടെ ആദ്യ നാളുകളിൽ തന്നെ പിതാക്കന്മാർ 4 സുവിശേഷങ്ങളെ ആധികാരികമായി അംഗീകരിച്ചു. അവയാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവർ എഴുതിയ സുവിശേഷങ്ങൾ. യേശുവിനെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കി അവൻ്റെ ശിഷ്യരായി തീരുവാൻ വായനക്കാരെ സഹായിക്കുക എന്നതായിരുന്നു ഈ എല്ലാ എഴുത്തുകാരുടെയും പൊതുവായിട്ടുള്ള ഉദ്ദേശം. എന്നാൽ ഓരോ സുവിശേഷ ഗ്രന്ഥകർത്താവിനും പ്രത്യേകമായ വായനക്കാരും അതിൻ്റേതായ പ്രത്യേകമായ ഉദ്ദേശ്യവും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിനാൽ യഹൂദന്മാർ കാത്തിരുന്ന മശിഹയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മർക്കോസിൻ്റെ വായനക്കാർ റോമക്കാരായിരുന്നു, അവർ ജാതീയരായിരുന്നു. അതിനാൽ യേശു ദൈവരാജ്യത്തിൻ്റെ രാജാവാണ് എന്ന് അദ്ദേഹം സമർപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന അഗസ്റ്റസ് അല്ല ദൈവരാജ്യത്തിൻ്റെ രാജാവ്, അത് യേശുക്രിസ്തുവാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുവാൻ ശ്രമിച്ചത്. അത് അന്നത്തെ ചരിത്ര പശ്ചാത്തലത്തിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. റോമൻ സാമ്രാജ്യമാണ് ഇനി എന്നേക്കും നിലനിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത സാമ്രാജ്യമെന്നും അതിൻ്റെ രാജാവായിരിക്കുന്ന അഗസ്റ്റസ് ദൈവപുത്രനാണ് എന്നുമുള്ളൊരു വിശ്വാസം, ഒരു ഐതിഹ്യം അദ്ദേഹം തന്നെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ റോമിലെ ഭരണ സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്ത് ആ ദേശത്തൊക്കെയും വ്യാപരിച്ചിരുന്നു. ആ സമയത്താണ് മർക്കോസ് സുവിശേഷം എഴുതിയിട്ട് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ രാജാവ് യേശുക്രിസ്തുവാണ്, ദൈവരാജ്യമാണ് ഒരിക്കലും നശിച്ചു പോകാതെ നിത്യമായി നിലനിൽക്കുന്ന രാജ്യം. ഇതാണ് അതിൻ്റെ മർമ്മം. ലൂക്കോസ് ജ്ഞാനികളായ ഗ്രീക്കുകാരെ ലക്ഷ്യം വെച്ചാണ് സുവിശേഷം എഴുതിയത്. അക്കാലത്തിലെ ഏറ്റവും ജ്ഞാനികളായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഗ്രീക്കുകാർ. അവർ തത്വശാസ്ത്രത്തിലും ദാർശനികതയിലും സയൻസിലും ഒക്കെ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ തന്ത്രജ്ഞതയിലുമൊക്കെ വളരെ നിപുണരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം എഴുതിയത്. ഈ ഗ്രീക്കുകാരുടെ തത്വശാസ്ത്രത്തിൽ അവർ പരിപൂർണനായ ഒരു മനുഷ്യനെ തേടുന്ന ഒരു ത്വര ഉണ്ടായിരുന്നു. അവരുടെ സാഹിത്യത്തിലുമൊക്കെ അത് കാണാം. പരിപൂർണനായ ഒരു മനുഷ്യൻ, പെർഫെക്റ്റായ ഒരു മനുഷ്യൻ, കുറവുകളില്ലാത്തൊരു മനുഷ്യൻ, അങ്ങനൊരു മനുഷ്യനെ തേടുന്ന, അത് ഏത് മനുഷ്യന് കണ്ടെത്താൻ കഴിയും എന്ന് അന്വേഷിക്കുന്ന, അങ്ങനൊരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമോ, അങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണം അവരുടെ തത്വശാസ്ത്രത്തിലുണ്ടായിരുന്നു. ഇതുവരെ സാഹിത്യത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പരിപൂർണനായ മനുഷ്യൻ ദൈവതുല്യനാണ്, അദ്ദേഹം ദൈവമായിരിക്കുമെന്നായിരുന്നു അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട്
യേശുക്രിസ്തുവിനെ പരിപൂർണനായ മനുഷ്യനായി ലൂക്കോസ് അവതരിപ്പിച്ചു. അപ്പോൾ ലൂക്കോസ് പറയുന്ന ഇതാണ്, ഗ്രീക്കാരുടെ ലൂക്കോസ് പറയുന്ന ഇതാണ്, നിങ്ങൾ പരിപൂർണനായ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും. യോഹന്നാൻ പൊതുവെ എല്ലാവർക്കും വേണ്ടിയാണ്, യഹൂദന്മാർക്കും ജാതികൾക്കും വേണ്ടി ഒരുപോലെയാണ് സുവിശേഷം എഴുതിയത്. അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കുവാനുള്ള ശ്രമത്തിൽ ആയിരുന്നു. ഇങ്ങനെ സുവിശേഷ രചയിതാക്കൾക്ക് പ്രത്യേക വായനക്കാരും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നതിനാൽ യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവർ തിരഞ്ഞെടുത്തു. അതായത് എല്ലാ വിവരങ്ങളും, അവർ എഴുതിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും സത്യവും കൃത്യവുമായിരുന്നു. എങ്കിലും എല്ലാ സംഭവങ്ങളും അവർ രേഖപ്പെടുത്തിയിട്ടില്ല. അവർക്ക് സംഭവങ്ങൾ അറിയാം, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം അവർക്ക് അറിയാമെങ്കിലും അവരുടെ വായനക്കാർക്ക് വേണ്ടി, അവർ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം പറയുവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും ചരിത്ര വിവരണങ്ങളും മാത്രമേ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളൂ, രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് അവിടെ ലക്ഷ്യവും വായനക്കാരും അനുസരിച്ച് പ്രത്യേകമായ ഊന്നൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മർക്കോസിൻ്റെ സുവിശേഷം റോമിലുണ്ടായിരുന്ന യഹൂദന്മാർ അല്ലാത്തവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആധുനിക കാലത്തെ സാധാരണ വായനക്കാർക്ക് മനസ്സിലാകാത്ത ചില ആത്മീയ മർമ്മങ്ങൾ ഈ സുവിശേഷത്തിൽ അന്തർലീനമായി കിടപ്പുണ്ട്. അത് യേശുവിൻ്റെ കാലത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് ചേർന്നതാണ്. അതിനെക്കുറിച്ചൊരു ഒരു പരാമർശം ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. 1-ാം നൂറ്റാണ്ടിലെ റോമിലെയും ഗ്രീക്കിലെയും വിശ്വാസികൾ ഒരു വൈഷമ്യമേറിയ ചോദ്യം അഭിമുഖീകരിച്ചു. അന്നത്തെ ജ്ഞാനികളായിരുന്ന, ബുദ്ധിമാന്മാരായിരുന്ന ഗ്രീക്കുകാരും അന്നത്തെ സമ്പന്നരായിരുന്ന, പ്രതാപശാലികളായിരുന്ന, ഭരണകർത്താക്കളായിരുന്ന റോമക്കാരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: യേശു രാജാവും ദൈവവും ദൈവപുത്രനുമാണ് എങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഒരു നീചനെ പോലെ മനുഷ്യരാൽ കൊല ചെയ്യപ്പെടുന്നത്? അപ്പോൾ യേശുക്രിസ്തു രാജാവാണ്, അദ്ദേഹം ദൈവമാണ്, ദൈവപുത്രനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് മനുഷ്യർ പിടിക്കുന്നത്? അദ്ദേഹത്തെ എങ്ങനെയാണ് മനുഷ്യർ പീഡിപ്പിക്കുന്നത്? അദ്ദേഹത്തെ എങ്ങനെയാണ് മനുഷ്യർ കൊല്ലുന്നത്? അദ്ദേഹം എങ്ങനെയാണ് മനുഷ്യരാൽ കൊല ചെയ്യപ്പെടുന്നത്? ഇതാണ് അവർ ചോദിച്ച ചോദ്യം. വളരെ യുക്തിഭദ്രമായിട്ടുള്ളൊരു ചോദ്യമാണ് അവർ ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ നന്നേ പ്രയാസപ്പെട്ടു എന്നതാണ് ചരിത്രം. ഗ്രീക്കുകാർക്കും റോമക്കാർക്കും യേശു രാജാവും ദൈവവുമായിരിക്കെ ക്രൂശിൽ കൊല ചെയ്യപ്പെട്ടവനും ആണ് എന്ന സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ആ ദേശങ്ങളിലുള്ള വിശ്വാസികൾക്കും അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് മറ്റുള്ളവരോട് വിശദീകരിക്കുവാനും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് യേശു രാജാവും ദൈവവുമാണ് എന്നും അവൻ്റെ ക്രൂശുമരണം ഒരു രാജാവിൻ്റെ ജയോത്സവമാണ് എന്നും തെളിയിക്കുവാൻ മർക്കോസ് ആഗ്രഹിച്ചു. ഇത് വിശദീകരിക്കുവാനായി യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ മണിക്കൂറുകളിലെ സംഭവങ്ങൾ റോമൻ ജയോത്സവത്തോട് സമാന്തരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് മർക്കോസ് ചെയ്തത്. ഇതാണ് നമ്മൾ വിശദമായി പഠിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു സാമ്യം മർക്കോസ് കണ്ടെത്തുന്നത് ഒരു കൃത്രിമമായ, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു താരതമ്യമല്ല. ഇത് മർക്കോസിൻ്റെ സങ്കല്പ സൃഷ്ടിയുമല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മർക്കോസ് സൃഷ്ടിച്ചെടുത്ത ഒരു വെളിപ്പാടോ ഒരു ആശയമോ അല്ല. മർക്കോസ് സുവിശേഷം എഴുതുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു ജയോത്സവമായിരുന്നു എന്ന ചിന്ത അന്നത്തെ അപ്പോസ്തലന്മാരിലും വിശ്വാസികളിലും ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഈ വെളിപ്പാട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ച ആക്കി. ഇവിടെ 2 വാക്യത്തിലും റോമൻ സാമ്രാജ്യത്തിലെ ഒരു ആഘോഷമായിരുന്ന ജയോത്സവത്തെക്കുറിച്ചുള്ള
പരാമർശമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണം ജയോത്സവമായിരുന്നു എന്ന പരാമർശവും ഈ രണ്ട് വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ AD 53-നും 57-നും ഇടയിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനം AD 58-നും 62-നും ഇടയിലാണ് രചിക്കപ്പെട്ടത്. മർക്കോസിൻ്റെ സുവിശേഷമാകട്ടെ AD 50-നും 60-നും ഇടയിൽ എഴുതപ്പെട്ടു. എന്നാൽ മർക്കോസ് AD 66-നും 70-നും ഇടയിലാണ് സുവിശേഷം രചിച്ചത് എന്നൊരു അഭിപ്രായവും വേദപണ്ഡിതന്മാർക്കിടയിൽ പ്രബലമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: മർക്കോസ് സുവിശേഷം എഴുതുന്ന കാലത്ത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം റോമൻ ജയോത്സവത്തോടെ സാമ്യമുള്ളതാണ് എന്ന ചിന്ത ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു ജയോത്സവമാണ് എന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. ജയോത്സവം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേ നമുക്കതിൻ്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കതിലേക്ക് മുന്നോട്ട് പോകാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മർക്കോസിൻ്റെ സമകാലീനർ മനസ്സിലാക്കിയ അർത്ഥങ്ങൾ പലതും ആധുനിക കാലത്തെ വായനക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒരു ആശയമാണ് യേശുവിൻ്റെ ക്രൂശീകരണ യാത്രയും ക്രൂശീകരണവും റോമൻ ജയോത്സവത്തോട് സാമ്യമുള്ള സംഭവമായിരുന്നു എന്നത്. ഈ സാമ്യം ചിട്ടയായി വിശദീകരിക്കുകയാണ് മർക്കോസ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും വിചാരണയും ക്രൂശീകരണവും റോമൻ ജയോത്സവത്തിൻ്റെ സമാന്തര അനുഭവങ്ങളായിട്ടാണ് മർക്കോസ് ചിത്രീകരിക്കുന്നത്. മറ്റൊരു രീതി പറഞ്ഞാൽ ഈ സമാന്തരമായ ഈ അവസ്ഥ കണ്ടെത്തുവാനും ഗ്രഹിക്കുവാനും മർക്കോസിന് കഴിഞ്ഞു. അത് അദ്ദേഹം വായനക്കാരിലേക്ക് എത്തിക്കുവാൻ സുവിശേഷത്തിലൂടെ ശ്രമിക്കുകയാണ്. ആ കാലത്തെ വായനക്കാർക്ക് ഈ മർമ്മം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നാൽ റോമൻ ജയോത്സവത്തെക്കുറിച്ച് അറിവില്ലാത്ത ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്തെ വായനക്കാർക്ക് ഇത് മനസ്സിലാക്കുവാൻ പ്രയാസം ആണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ റോമിലെ പ്രധാന വീതിയായ വയാ സേക്ര അഥവാ വിശുദ്ധ വീതി യെരുശലേമിലെ വയാ ഡൊളോറസ അഥവാ ദുഃഖത്തിൻ്റെ വീതിയായി മാറുകയാണ്. റോമിലെ വയാ സാക്ര അഥവാ വിശുദ്ധ വീതി കൊലോസ്യത്തിൽ നിന്നും ആരംഭിച്ച് കാപ്പിറ്റോളിൻ മലമുകളിൽ ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു. വയാ ഡൊളോറോസ അഥവാ ദുഃഖത്തിൻ്റെ വീതി യെരുശലേമിലെ പ്രധാന വീതിയായിരുന്നു. ഈ വഴിയിലൂടെയാണ് യേശു ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് യാത്ര ചെയ്തത്. ഇനി നമുക്ക് റോമൻ ജയോത്സവത്തെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മർക്കോസിൻ്റെ സമാന്തര വിവരണത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായി റോമൻ ജയോത്സവം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോമൻ ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ ട്രയംഫസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജയോത്സവം യുദ്ധത്തിൽ ജയിച്ച ജയാളിയായ ഒരു സർവ്വസൈനാധിപനോ ഭരണാധികാരിക്കോ രാജ്യം നൽകുന്ന ഒരു ബഹുമതിയാണ്. ഇതൊരു ഉത്സവമാണ്, ഇതൊരു ആഘോഷമായിരുന്നു. ഇത് ഈ സർവ്വസൈനാധിപന് കൊടുക്കുന്ന ഒരു ബഹുമതിയായിരുന്നു. ഇതൊരു ജയത്തിൻ്റെ ഘോഷയാത്ര ആയിരുന്നു. ഇത്തരം ഉത്സവത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. എന്നാണ് ഈ ഉത്സവം ആരംഭിച്ചത്, എങ്ങനെ ആരംഭിച്ചു, എന്തിനു വേണ്ടി ആരംഭിച്ചു എന്ന് കൃത്യമായിട്ട് അറിവില്ല. എങ്കിലും നമുക്ക് ഏകദേശമായ ചില കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. റോമിൻ്റെ വടക്ക് ഭാഗത്തായി ഇട്രസ്കൻ എന്ന ഒരു പുരാതന നാഗരികത റോമൻ നാഗരികതയ്ക്കും മുമ്പ് നിലവിൽ ഉണ്ടായിരുന്നു. റോം ഒരു കാലത്ത് ഇവരുടെ കോളനിയായിരുന്നു. എന്നാൽ പിന്നീട് റോമക്കാർ ഇവരെ കീഴടക്കി ഇവരുടെ ഇടയിൽ ഫലസമൃദ്ധിയുടെയും വീഞ്ഞിൻ്റെയും ദേവനായ ഡയോനിസൂസ് ദേവൻ്റെ ഉത്സവം ഉണ്ടായിരുന്നു. അതായത് ഇട്രസ്കൻ എന്ന് പറയുന്ന നാഗരികത അല്ലെങ്കിൽ സിവിലൈസേഷൻ, റോമൻ സിവിലൈസേഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നിലവിൽ ഉണ്ടായിരുന്നതാണ്. അവരുടെ ഇടയിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അവർക്ക് ഫലസമൃദ്ധിയുടെയും വീഞ്ഞിൻ്റെയും ദേവനായ ഡയോനിസൂസിൻ്റെ ഉത്സവം അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. ഈ ഉത്സവത്തിൽ ഈ ദേവൻ മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്ന ദേവനായി അവരെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അത് എല്ലാ ഫലസമൃദ്ധിയുടെ ഉത്സവം, ഫെർട്ടിലിറ്റി ഫെസ്റ്റിവൽ, എല്ലാ ഫലസമൃദ്ധിയുടെ ഉത്സവത്തിലും ഒരുവൻ മരിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക എന്നത് അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം തന്നെ ഉയർത്തെഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ആൾ ഉയർത്തെഴുന്നേൽക്കുകയോ ചെയ്യുന്നത് ആചാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു ഭാഗമായിരുന്നു. മരിച്ചുപോയ ഒരാൾ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നത് ഫലസമൃദ്ധിയുടെ, ഭാവിയിൽ ഫലമുണ്ടാകുമെന്നതിൻ്റെ, വിത്തുകൾ മുളയ്ക്കുമെന്നുള്ളതിൻ്റെ, പുതിയ സസ്യങ്ങൾ വളർന്നു വരുമെന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് പുരാതന കാലത്ത് കണക്കാക്കിയിരുന്നു. അപ്പോൾ റോമൻ ജയോത്സവത്തിൻ്റെ വേരുകൾ
ഈ ഉത്സവത്തിൽ ആണ് എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് ഗ്രീക്കിൽ അവരുടെ പുതുവർഷ ആഘോഷവേളയിൽ വിശേഷമായ വസ്ത്രം ധരിച്ച് രാജാവ് തന്നെ ഡയോനിസൂസ് ദേവനെ പ്രതിനിധീകരിക്കുമായിരുന്നു. അദ്ദേഹത്തെ ഒരു ഘോഷയാത്രയായി പട്ടണത്തിലേക്ക് കൊണ്ടുവരികയും ജനങ്ങൾ ദേവൻ്റെ പ്രത്യക്ഷതയ്ക്കായി ആർപ്പിടുകയും ചെയ്യും. അതിനുശേഷം ഒരു കാളയെ ബലി കഴിക്കും. രാജാവ് തന്നെ ദേവനായി പ്രത്യക്ഷനാകുകയും ചെയ്യും. ഗ്രീക്കിൽ ക്രമേണ ഡയോനിസൂസ് ദേവന് പകരം അവരുടെ മുഖ്യദേവനായ സിയൂസായി മാറി. റോമിൽ വന്നപ്പോഴേക്കും അത് അവരുടെ മുഖ്യദേവനായ ജൂപ്പിറ്റർ ദേവനായിട്ട് മാറി. യേശുവിൻ്റെ കാലത്ത് റോമൻ ജയോത്സവം ഒരേ സമയം സാമൂഹികവും മതപരവുമായ ഒരു ആഘോഷമായിരുന്നു. ഒരു വിദേശ രാജ്യത്തിനെതിരെ യുദ്ധത്തിൽ ജയം നേടിയ ഒരു സർവ്വസൈന്യാധിപനെ ആദരിക്കുവാനാണ് ഈ ആഘോഷം റോമിൽ നടത്തിയിരുന്നത്. വളരെ ശ്രേഷ്ഠമായ വിജയങ്ങൾ നേടുന്നവർക്ക് മാത്രമേ ഈ പ്രത്യേക ആദരവ് ലഭിക്കുമായിരുന്നുള്ളൂ. ജയാളിയെ റോമൻ ഇതിഹാസ പാരമ്പര്യവുമായി ഈ ഉത്സവം ബന്ധിപ്പിക്കുക ആണ്. ഉത്സവത്തിൻ്റെ ദിനത്തിൽ അന്നേ ദിവസത്തേക്കെങ്കിലും ജയാളിയായ സർവ്വസൈന്യാധിപൻ രാജാവിനോടും റോമൻ ദേവനോടും കഴിയുന്നിടത്തോളം സാമ്യം പ്രാപിക്കുന്നു. അതായിരുന്നു അതിൻ്റെ പിന്നിലെ സങ്കല്പം. ഇനി നമുക്ക് റോമൻ ജയോത്സവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. റോമൻ ജയോത്സവം എങ്ങനെയാണ് അനുവദിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആഘോഷത്തിലേക്ക് പോകുന്നത്, എങ്ങനെ ആർക്കൊക്കെ ഈ റോമൻ ജയോത്സവം നടത്തുവാനായിട്ട് കഴിയും എന്നുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് ഇനി മുന്നോട്ട് പോകാം. റോമൻ റിപ്പബ്ലിക്കിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് റോമൻ ഭരണ സംവിധാനമായ സെനറ്റിന് മാത്രമേ ഇത്തരം ഒരു ആഘോഷത്തിന് അനുവാദം നൽകുവാൻ അധികാരമുള്ളൂ. ഒരു വിദേശ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി നിർണായകമായ വിജയം കൈവരിച്ച് പരാജയപ്പെട്ട രാജ്യത്തെ റോമൻ സാമ്രാജ്യത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വിശാലമാക്കിയ ജയത്തെ മാത്രമേ അവർ ഉത്സവം ആഘോഷിക്കുവാനായി പരിഗണിക്കുകയുള്ളൂ. അതായത് ഒരു സർവ്വസൈന്യാധിപൻ ഒരു ശത്രു രാജ്യത്തിനെ ആക്രമിച്ച് കീഴടക്കണം. ആ ശത്രു രാജ്യം വിദേശ രാജ്യം ആയിരിക്കണം, ആഭ്യന്തര കലാപമായിരിക്കരുത്, വിദേശ രാജ്യമായിരിക്കണം. ആ ശത്രു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി അതിനെ റോമൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കണം. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി കുറച്ചുകൂടെ വിശാലമായിട്ട് മാറണം. അങ്ങനെയുള്ള ഉത്സവം മാത്രമേ ജയോത്സവം, അങ്ങനെയുള്ള സർവ്വസൈന്യാധിപന് മാത്രമേ ജയോത്സവം നടത്തുവാനുള്ള അനുവാദം റോമൻ സെനറ്റ്, റോമിലെ ഭരണ സംവിധാനം അനുവദിക്കുക ഉണ്ടായിരുന്നുള്ളൂ. വളരെ സങ്കീർണമായ ചടങ്ങുകളും ആചാരങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഉത്സവമായിരുന്നത് കൊണ്ടാണ് വളരെ സങ്കീർണമായ ചടങ്ങുകൾ, ആചാരങ്ങൾ, ക്രമീകരണങ്ങൾ, നിയമങ്ങൾ ഒക്കെ ഇതുമായിട്ട് ഉണ്ടായിരുന്നു. ശത്രു രാജ്യത്തിനെതിരെ ഉള്ള യുദ്ധം വിജയിച്ചതിന് ശേഷം സർവ്വസൈന്യാധിപൻ റോമിലേക്ക് തിരികെ വരും. അവിടെയാണ് ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. ശത്രു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി അതിനെ റോമൻ സാമ്രാജ്യത്തോട് ചേർത്ത് അവിടെ യുദ്ധം അവസാനിച്ചതിന് ശേഷം തൻ്റെ സൈന്യവുമായിട്ട് ഈ സർവ്വസൈന്യാധിപൻ റോമിലേക്ക് തിരികെ വരും. അദ്ദേഹം തൻ്റെ സൈന്യത്തോട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടുവാൻ ആവശ്യപ്പെടും. അത് റോമൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അതിന് വെളിയിൽ ഒരു സ്ഥലത്ത് തൻ്റെ സൈന്യമെല്ലാം ഒരുമിച്ച് കൂടുവാൻ അദ്ദേഹം ആവശ്യപ്പെടും. എന്നാൽ അവർ റോമൻ സെനറ്റ് ജയോത്സവം അനുവദിക്കുന്നത് വരെ താൽക്കാലികമായി ഈ പട്ടണത്തിന് വെളിയിൽ ഈ സ്ഥലത്ത് കാത്തു നിൽക്കും. അതിനുശേഷം ജയത്തെക്കുറിച്ചുള്ളൊരു വിശദ വിവരണം സർവ്വസൈന്യാധിപൻ റോമൻ സെനറ്റിന് എഴുതി അയച്ചു കൊടുക്കും. ഒരു തുറന്ന സ്ഥലത്ത് വെച്ച് സെനറ്റ് കൂടും. അതായത് അതിനകത്ത് അഴിമതി ഉണ്ടാകാൻ പാടില്ല, അപവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മുഖപക്ഷം ഉണ്ടാകാൻ പാടില്ല, പക്ഷപാതം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സെനറ്റ് ഒരു തുറന്ന സ്ഥലത്ത് വെച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും കാണുവാനും കേൾക്കുവാനും കഴിയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അത് ഒരുമിച്ച് ഈ സെനറ്റ് കൂടും. അവിടെ ഈ സർവ്വസൈന്യാധിപൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. സൈന്യാധിപൻ്റെ അവകാശവാദങ്ങളും അതുകൂടാതെ തന്നെ അവർ രഹസ്യമായ റിപ്പോർട്ടുകൾ ശേഖരിക്കും. ആ രഹസ്യ അന്വേഷണ റിപ്പോർട്ടും ഒത്തുവന്നാൽ ഇങ്ങനെ യുദ്ധം വിജയിച്ചു എന്നുള്ള വിവരവും ഈ യുദ്ധത്തിൽ മറ്റൊരു രാജ്യത്തെ കൂടെ ആക്രമിച്ച് കീഴടക്കി റോമൻ സാമ്രാജ്യത്തോടു കൂടെ ചേർത്തു എന്ന വിവരങ്ങളൊക്കെ ശരിയാണ്, സത്യമാണ് എന്ന് വന്നാൽ ജയോത്സവം ആഘോഷിക്കുവാനുള്ള അനുവാദം സെനറ്റ് ഈ സർവ്വസൈന്യാധിപന് നൽകും. അതിനുശേഷം സെനറ്റ് അംഗങ്ങളും ജനങ്ങളും പട്ടണത്തിന് വെളിയിലേക്ക് ചെന്ന് ജയിച്ചു വന്നിരിക്കുന്ന സൈന്യാധിപനെയും സൈന്യത്തെയും എതിരേറ്റ് പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരും. അവരെല്ലാവരും പട്ടണത്തിലേക്ക് പ്രവേശിക്കും. ജയോത്സവം ആരംഭിക്കും.
ജയോത്സവം അനുവദിക്കുവാനായി ചില നിയമങ്ങൾ നിർബന്ധമായും സെനറ്റ് പാലിച്ചിരുന്നു. എങ്കിലും വളരെ അപൂർവം സന്ദർഭങ്ങളിൽ ഇവയിൽ ചിലതിന് ഒഴിവ് നൽകിയിരുന്നു. ഇതിനുള്ള അധികാരം സെനറ്റിന് ഉണ്ടായിരുന്നു. ജയോത്സവം അനുവദിക്കുവാനുള്ള നിയമങ്ങൾ ഏകദേശം ഇതെല്ലാം ആയിരുന്നു. 1. ജയോത്സവം നടത്തുന്ന വ്യക്തി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയോ സ്ഥാനാധിപതിയോ സർവ്വസൈനാധിപനോ ന്യായാധിപനോ ആയിരിക്കണം. യുദ്ധം ജയിച്ചപ്പോഴും ജയോത്സവത്തിൻ്റെ സമയത്തും അദ്ദേഹം ആ സ്ഥാനത്ത് അധികാരത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ജയോത്സവം നടത്തുന്ന വ്യക്തി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി ആയിരിക്കണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിൽ നമ്മളിത് കാണുന്നുണ്ടോ? ആ ദൈവരാജ്യത്തിൻ്റെ പരമാധികാരിയാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ സൈന്യമായിരിക്കണം യുദ്ധം നടത്തിയത്. ഏറ്റവും കുറഞ്ഞത് 5000 ശത്രുക്കളെങ്കിലും ഓരോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കണം. അന്നത്തെ സംഖ്യയാണ് 5000 എന്ന് പറയുന്നത്, വലിയൊരു സംഖ്യയാണ്. അത്രയെങ്കിലും ശത്രുക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കണം. ശത്രുവിൻ്റെ ഭാഗത്തുണ്ടായ നഷ്ടത്തേക്കാൾ വളരെ കുറച്ച് നഷ്ടം മാത്രമേ റോമൻ സൈന്യത്തിനുണ്ടാകുവാൻ പാടുള്ളൂ. അത് റോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായിരിക്കണം. യുദ്ധത്തിൻ്റെ ഫലമായ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂടുതൽ വിശാലമായിരിക്കണം. മുമ്പ് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതും പിന്നീട് കൈവിട്ടു പോയതുമായ ഒരു പ്രദേശത്തെ തിരികെ പിടിച്ചതാകരുത്. മുമ്പുണ്ടായിരുന്ന നഷ്ടത്തിൻ്റെ പരിഹാരമാകരുത്. ആഭ്യന്തര കലാപങ്ങൾ ആകരുത്. ഒരു വിദേശ രാജ്യത്തോടുള്ള യുദ്ധം തന്നെ ആയിരിക്കണം. ഇതൊരു ആഭ്യന്തര കലാപമായിരിക്കരുത്. വിദേശ രാജ്യത്തോടുള്ള യുദ്ധം തന്നെ ആയിരിക്കണം. യുദ്ധം സമ്പൂർണ്ണമായും അവസാനിച്ചിരിക്കണം. തോൽപ്പിക്കപ്പെട്ട പ്രദേശത്ത് ശാന്തത കൈവരിച്ചിരിക്കണം. അവിടെ കലാപകാരികൾ ശേഷിപ്പുണ്ടാകരുത്. സൈന്യത്തെ പൂർണ്ണമായും പിൻവലിച്ച് ജയോത്സവത്തിൽ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കിയിരിക്കണം. ഇതൊക്കെ ആയിരുന്നു ഇതുപോലുള്ള കുറേ നിയമങ്ങൾ. ഇനിയും കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട നിയമങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. ജയോത്സവത്തിൻ്റെ പ്രധാന ഭാഗം വിശാലവും ആർഭാടവുമായ ഒരു ഘോഷയാത്രയായിരുന്നു. നമ്മൾ ആ ജയോത്സവത്തിൽ എങ്ങനെയാണ് അവർ ജയോത്സവം നടത്തിയിരുന്നത് അതിലേക്കാണ് നമ്മൾ ഇനിയും പോകുന്നത്. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട ഭാഗം വളരെ വിശാലമായ ആർഭാടമായ ഒരു ഘോഷയാത്ര ആയിരുന്നു. വളരെ സമ്പന്നമായ ഒരു ഘോഷയാത്ര. റോമൻ ദേവനായ മാർസിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ക്യാമ്പസ് മാർഷിയൂസ് എന്ന ചന്തസ്ഥലത്ത് നിന്നുമാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത്. മിക്കപ്പോഴും അത് അതിരാവിലെ ആരംഭിക്കും. അത് അവിടെ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടാകുവാൻ ഇടയുള്ള എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്ത് സാവധാനം മുന്നോട്ട് നീങ്ങും. യാത്രാമധ്യേ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ അല്പനേരം നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി അവസാനം കാപ്പിറ്റോളിൻ മലമുകളിലുള്ള ജൂപ്പിറ്റർ ദേവന്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഈ വീതിയുടെ ദൂരം ശരിക്കു പറഞ്ഞാൽ 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എങ്കിലും ജയോത്സവത്തിൻ്റെ ഘോഷയാത്ര മിക്കപ്പോഴും ദൈർഘ്യമേറിയതും ഇഴഞ്ഞു നീങ്ങുന്നതുമായിരിക്കും. അങ്ങനെ ഈ ഘോഷയാത്ര തീരുവാൻ 3-4 ദിവസങ്ങളെടുക്കാം. ചില ഘോഷയാത്രകൾ തീരുവാൻ ആഴ്ചയിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ ചിലപ്പോൾ അതിലുമധികം നീണ്ടേക്കാം. ചില ഘോഷയാത്രകൾ 4 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരംഭം ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴും അതിൻ്റെ അവസാന ഭാഗം അവിടുന്ന് യാത്ര തിരിച്ചിട്ടില്ല എന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സൈനാധിപൻ്റെ ജയോത്സവമായും അദ്ദേഹത്തിനോട് ജനങ്ങൾക്കുള്ള താല്പര്യമൊക്കെ ആയിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ശത്രു രാജ്യത്തിൽ നിന്നും കൊള്ള ചെയ്ത സമ്പത്തിൽ നിന്നായിരിക്കും ഇതിൻ്റെ ചെലവ് മുഴുവൻ വഹിക്കുക. പൊതുവായ ഒരു തുറന്ന സ്ഥലത്ത് ജയാളിയായ സർവ്വസൈനാധിപൻ എത്തുന്നതോടെ ജയോത്സവം ആരംഭിക്കുകയായി. തടവിൽ ആക്കപ്പെട്ട ശത്രു രാജ്യത്തെ സൈന്യത്തിലെ ചിലരെ കൊല്ലുവാൻ സൈന്യാധിപൻ കൽപ്പന കൊടുക്കും. ശേഷം പടയാളികൾ അദ്ദേഹത്തെ സ്തുതിക്കുകയും റോമൻ സെനറ്റ് ജയോത്സവം അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. ജയാളിയായ സർവ്വസൈനാധിപൻ രാജകീയ വസ്ത്രത്തിൽ തലയിൽ ചെടികളുടെ ശിഖരം കൊണ്ടുള്ള കിരീടം വെച്ചും കൈകളിൽ വളകളണിഞ്ഞും പ്രത്യക്ഷനാകും. അദ്ദേഹത്തിൻ്റെ രാജകീയ വസ്ത്രം പർപ്പിൾ നിറത്തിലുള്ളതും അതിൽ സ്വർണ്ണ നൂല് കൊണ്ട് ചിത്രപ്പണികൾ ചെയ്തതുമായിരിക്കും. ഈ വസ്ത്രം അദ്ദേഹത്തെ ജൂപ്പിറ്റർ ദേവനോടും ചക്രവർത്തിയോടും അല്പസമയത്തേക്കെങ്കിലും ഈ ജയോത്സവത്തിന് നാളുകളിലേക്കെങ്കിലും തുല്യൻ ആക്കി മാറ്റും. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ജൂപ്പിറ്റർ ദേവൻ്റെ മുഖം പോലെ ചുവന്ന ചായം തേച്ചിരിക്കും. അദ്ദേഹം എല്ലാ പടയാളികളെയും കൂട്ടുവരുത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ജയോത്സവത്തിൻ്റെ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ പരാജയപ്പെട്ട രാജ്യത്തിലെ ജീവനോടെ പിടിക്കപ്പെട്ട രാജാവും സൈന്യാധിപന്മാരും നഗ്നരും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരുമായി അതിനു മുമ്പേ നടക്കും. ജയോത്സവത്തിൻ്റെ ഘോഷയാത്രയുടെ ആരംഭത്തിൽ അവർ നടക്കും.
അവരുടെ പിടിക്കപ്പെട്ട ആയുധങ്ങളും പടച്ചട്ടയും സ്വർണവും വെള്ളിയും വിഗ്രഹങ്ങളും അപൂർവമായ കൗതുക വസ്തുക്കളും വൈദേശിക സമ്പത്തുമെല്ലാം അവരുടെ പിന്നാലെ പ്രദർശിപ്പിക്കപ്പെടും. ഇത്രയും സമ്പത്ത് ആ രാജ്യത്തു നിന്നും ഈ സർവ്വസൈനാധിപൻ പിടിച്ചെടുത്തു കൊണ്ടുവന്നു. അത് റോമൻ സാമ്രാജ്യത്തിന് മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നു. പരാജയപ്പെട്ട രാജ്യത്തിലെ പ്രധാന സ്ഥലങ്ങളുടെ ചിത്രങ്ങളും യുദ്ധത്തിലെ നിർണായകമായ പോരാട്ടങ്ങളുടെ ചിത്രങ്ങളും ചിലപ്പോൾ പ്രദർശിപ്പിക്കപ്പെട്ടേക്കാം. അത് ജനങ്ങൾക്കൊക്കെയും കാണുവാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പിന്നാലെ റോമൻ സെനറ്റിലെ അംഗങ്ങളും ന്യായാധിപന്മാരും സർവ്വസൈനാധിപൻ്റെ പ്രത്യേക സേവകനും യാത്ര ചെയ്യും. അവർക്ക് പിന്നാലെ 4 വെള്ളക്കുതിരകൾ വലിക്കുന്ന ഒരു രഥത്തിൽ ജയാളിയായ സർവ്വസൈനാധിപൻ നിരായുധനായി, ആയുധങ്ങളൊന്നുമില്ലാതെ റോമിലെ പ്രധാന വീതിയിലൂടെ യാത്ര ചെയ്യും. അപ്പോൾ സർവ്വസൈനാധിപൻ ആയുധങ്ങളൊന്നുമില്ലാതെ യാത്ര ചെയ്യുന്നതിൻ്റെ അർത്ഥം ശത്രുക്കൾ പരാജയപ്പെട്ടു, രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ആയുധങ്ങളുടെ ആവശ്യമില്ല, അത് ധരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അദ്ദേഹത്തോട് കൂടെ തന്നെ ഒരു സുഹൃത്തോ അടിമയോ അദ്ദേഹത്തിൻ്റെ ശിരസ്സിനു മുകളിൽ ഒരു രാജകീയ കിരീടം പിടിക്കും. ഒപ്പം താങ്കൾ ദൈവമല്ല, മർത്യൻ മാത്രമാണ് എന്ന് ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഈ വ്യക്തി സർവ്വസൈനാധിപൻ്റെ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് സർവ്വസൈനാധിപൻ സ്വയം ദൈവമായി കരുതാതെ ഇരിക്കുവാൻ വേണ്ടി ആണ്. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സൈന്യാധിപന്മാരോ അദ്ദേഹത്തിൻ്റെ ഇളയ മകനോ അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തുമായ രഥത്തിൽ യാത്ര ചെയ്യാം. അത് എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ചില സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തുമായ 2 പേര് യാത്ര ചെയ്യുന്നുണ്ടാകാം. അതിലേക്ക് നമുക്ക് വിശദമായി പിന്നീട് വീണ്ടും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ വശങ്ങളിലായി കുതിരപ്പുറത്ത് സൈന്യാധിപന്മാരും പുത്രന്മാരും യാത്ര ചെയ്യും. അവരെ അനുഗമിക്കുന്ന സൈന്യത്തിലെ പടയാളികൾ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും സർവ്വസൈനാധിപന് സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യും. വീഥികളുടെ ഇരുവശവും നിൽക്കുന്ന കാണികൾ സുഗന്ധമുള്ള വസ്തുക്കൾ പുകയ്ക്കുകയും സുഗന്ധമുള്ള പൂക്കൾ വാരി വിതറുകയും ചെയ്യും. ഇതിൽ നിന്ന് വരുന്ന സുഗന്ധം ദേശമെല്ലാം നിറയും. അങ്ങനെ ദേശമെല്ലാം സുഗന്ധം കൊണ്ട് നിറയും. ഈ സുഗന്ധം ജയാളിയായ സർവ്വസൈനാധിപന് ജീവനും പരാജയപ്പെട്ട രാജാവിന് മരണവും ആണ്. ഇതിനെ സുവിശേഷമായി ബന്ധപ്പെടുത്തി പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 2:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ? ഈ ഘോഷയാത്ര ക്യാപിറ്റോളിൽ മലമുകളിലുള്ള ജൂപ്പിറ്റർ ദേവൻ്റെ ക്ഷേത്രത്തിലെത്തുമ്പോൾ സർവ്വസൈനാധിപൻ തന്നോടൊപ്പം കൊണ്ടുവന്ന കാളയെ ജയത്തിൻ്റെ നന്ദിയായി റോമൻ ദേവനെ ബലി കഴിക്കും. അദ്ദേഹം തൻ്റെ വിജയം ദേവനും റോമൻ സെനറ്റിനും സമർപ്പിക്കും. കാളയെ ബലി കഴിച്ചതിന് ശേഷം സർവ്വസൈനാധിപൻ തന്നെ ദേവനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. അദ്ദേഹം ബലിമൃഗവും ദേവനും ഉയർത്തെഴുന്നേൽക്കുന്ന ദേവനും ആകുകയാണ്. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ പൂമുഖത്ത് തന്നെ ഇരുന്ന് അദ്ദേഹം അത്താഴം കഴിക്കും. പിന്നീട് തിരികെ വീട്ടിലേക്ക് പോകും. പിന്നീട് അദ്ദേഹം എപ്പോഴും ജയാളി എന്ന് വിളിക്കപ്പെടും. മരണശേഷം അദ്ദേഹത്തിൻ്റെയും പിൻതലമുറക്കാരുടെയും ശവസംസ്കാര ചടങ്ങുകളിൽ പർപ്പിൾ വസ്ത്രമിട്ട് ചിലർ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ഇതെല്ലാം ഏകദേശ രൂപമാണ്. ഇതിൽ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഉണ്ട്. ഇതാണ് ജയോത്സവത്തിൻ്റെ ഒരു രീതിയും അവരാഘോഷിക്കുന്നതായിട്ടുള്ള രീതികളും എല്ലാം.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.